അല്ലെങ്കിൽ ശരത്തിന് പകരം ഞാനായിരുന്നു തന്നെ ഇപ്പൊ അകത്ത് കിടക്കേണ്ടിയിരുന്നത്. അതെനിക്കറിയാം. അല്ല സാറേ, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരുത്തനെ നിങ്ങൾ എന്തുകൊണ്ടാ ഇത്രയും ഫ്രീ ആക്കി വിട്ടേക്കുന്നേ? എത്ര പേര് അവൻ കാരണം മരിച്ചത്, എന്നിട്ടും അവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാ. ഇതിന് മറുപടി മുമ്പൊരിക്കലും ഞാൻ ദേവികയോട് പറഞ്ഞിരുന്നു. തെളിവ് വേണ്ടേ? നമുക്ക് തെളിവുകളാ പ്രധാനം. അതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പൂട്ട് പൂട്ടുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു പൂട്ടായിരിക്കണോ അത്? ആര് ശ്രമിച്ചാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. സാറ് മനസ്സ് വെച്ചാൽ അത് നടക്കും. ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. സർ, പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു അപേക്ഷയും കൂടി ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ കാണാതായിട്ട് ദിവസങ്ങൾ ഒരുപാടായി. സാറ് അതിനു വേണ്ടിയിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പരാതി അത് ഇന്ന് തന്നെ കൊടുക്കണം. കോപ്പി എനിക്ക്. ശരി സർ. അല്ല, മുത്തശ്ശിയോടെ അകത്തുണ്ട്. പോലീസുകാരെ പേടിയാ, അതാ പുറത്തേക്ക് വരാത്തത്. ഓ, എന്നാ ശരി. ശരി. പോയോ അയാള്? പോയി. മുത്തശ്ശിയെ തിരക്കിയായിരുന്നു. എന്തിന്? ശരത്തിന്റെ കൂട്ടുകാരെ മൊത്തം അന്വേഷിച്ചോണ്ടിരിക്കല്ലേ. മുത്തശ്ശിയായിരുന്നല്ലോ അവന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനോ? ഏയ്, ഞാനൊന്നുമല്ല. ഞാൻ അവന്റെ മുത്തശ്ശിയായിരുന്നില്ലേ? ഏതോ വകയിലും അത് നോക്കിയും കണ്ട് നടന്നോ മുത്തശ്ശി? അവനുമായിട്ട് ഒരു കയ്യകലം പാലിക്കുന്നതാണ് മുത്തശ്ശിക്ക് നല്ലത്. അല്ലെങ്കിൽ അടുത്ത് തന്നെ അകത്ത് പോകുന്നതേ മുത്തശ്ശിയായിരിക്കും. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ഒരു ക്രിമിനലിനെ ഒളിപ്പിക്കുന്നതും കൂട്ടുകൂടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും തെറ്റ് തന്നെയാ മുത്തശ്ശി. നീ എന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം. എടി, നീയല്ലേടി അയാളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? അതെ. മുത്തശ്ശിക്ക് അതെങ്ങനെ മനസ്സിലായി? ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്. എന്തിനാ വരുത്തിയെന്നറിയോ? ശരത് ഇനി ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നറിയാൻ. ഞങ്ങള് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കുവാണെങ്കിൽ അവന്റെ കാര്യം വളരെ കഷ്ടത്തിലാവും. പിന്നെ മുത്തശ്ശിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുത്തശ്ശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണല്ലോ ശരത്. എന്താടി സംശയം? അവൻ നല്ലവൻ തന്നെയാ. ഇത്രയും സ്നേഹമുള്ള കുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ നിത്യമോള് പോയി, എന്നിട്ടും അവൻ ഇവിടുന്ന് പോയോ? നോക്കടി, അതാണ് സ്നേഹം. അതിന്റെ പേര് സ്നേഹമെന്നല്ല, നിവർത്തികേടെന്ന. അവന് പോവാൻ വേറെ സ്ഥലം വേണ്ടേ മുത്തശ്ശി? അപ്പൊ അവിടെ ദുബായിൽ ബിസിനസ് ഉള്ളതോ? ദുബായിൽ ബിസിനസ്? എന്റെ മുത്തശ്ശി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. അവൻ ദുബായിൽ പോയിട്ട് പോലും ഉണ്ടാവില്ല. എടി, അസൂയ കൊണ്ടല്ലേടി നീ ഇതൊക്കെ പറയുമേ? അസൂയ കൊണ്ടാണോ വേറെ വല്ലതും കൊണ്ടാണോന്നേ അധികം വൈകാതെ മുത്തശ്ശിക്ക് മനസ്സിലാവും. സത്യം ഒരുപാട് കാലം ആർക്കും മൂടി വെക്കാൻ പറ്റില്ല മുത്തശ്ശി.
എന്നെ മനസ്സിലായോ? അറിയാം. എന്നെ അറിയാമെങ്കിൽ ഞാൻ വന്നത് എന്തിനാണെന്നും അറിയാമായിരിക്കുമല്ലോ. അക്ഷരയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. കാരണം ഇല്ലെങ്കിൽ പോലും. കാരണമില്ലാതെ ഞാൻ ഒരിടത്തും പോവാറില്ല. നല്ലത്. ഞാനും അദ്ദേഹവും എന്റെ മോളും വളരെ സന്തോഷത്തോടെ ഇതുവരെ ജീവിച്ചിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റട്ടെ. ഞങ്ങൾക്കിടയിൽ ആ സന്തോഷം ഇപ്പൊ ഇല്ല. കാരണം ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്കെന്റെ പഴയ അദ്ദേഹത്തെ തിരിച്ചു വേണം. അതിനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കൂ. ഞാനും നിരഞ്ജനും നല്ല സുഹൃത്തുക്കളാ. പണ്ട് ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിക്കുകയും ചെയ്തിരുന്നു. എന്റെ ആ സുഹൃത്തിനെയാണോ അക്ഷരയ്ക്ക് തിരിച്ചു വേണ്ടത്? എടുത്തോ. എടുത്താലും നിരഞ്ജൻ എന്നും എന്റെ സുഹൃത്തായിട്ട് തന്നെ ഉണ്ടായിരിക്കും. എപ്പോഴും, എല്ലാ കാലവും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വെറും ഒരു സൗഹൃദം മാത്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ അത്? കാമുകി കാമുകന്മാരാണോ? അതോ ഭാര്യയും ഭർത്താവോ? അതെനിക്കറിയില്ല. അറിയേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നെനിക്കറിയാം, നിങ്ങളുമായിട്ട് അടുത്ത ശേഷം അദ്ദേഹത്തിന്റെ രീതികളൊക്കെ മാറാൻ തുടങ്ങിയത്. മുമ്പ് ഒരിക്കൽ പോലും എന്നോട് കയർത്ത് സംസാരിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഇപ്പൊ പലതവണയായി അങ്ങനെ സംസാരിക്കുന്നു. ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ കാരണോ. അക്ഷരയോട് അങ്ങനെ സംസാരിക്കണമെന്ന് ഞാനൊരിക്കലും നിരഞ്ജനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. നുണയാ നിങ്ങൾ പറയുന്നത്. പേരും നുണ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. നിങ്ങൾ തനിച്ച് താമസിക്കുന്ന ഈ വീട്ടിൽ വരാൻ സമ്മതിക്കില്ലായിരുന്നു. മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. സുഹൃത്താണത്രേ. ഞാൻ പറയുന്നു ആണെന്ന്. അത് അക്ഷര വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അക്ഷരയ്ക്ക് എന്ത് വേണമെങ്കിലും കരുതാം. അതെനിക്കൊരു പ്രശ്നമല്ല. എനിക്കത് പ്രശ്നമാണ്. അതെന്റെ വിഷയമല്ല. ഞങ്ങൾ തമ്മിൽ കാണുന്നതും കൂട്ടുകൂടുന്നതും ഇഷ്ടമല്ലെങ്കിൽ ആ വിവരം നിരഞ്ജനോട് പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ ഇവിടെ വരെ വന്ന് സമയം മെനക്കെടുത്തുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നിരഞ്ജന്റെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ നാട്ടില് എനിക്ക് ആകെയുള്ള കൂട്ട് നിരഞ്ജൻ മാത്രം. നിരഞ്ജനെ എനിക്ക് 100% വിശ്വാസവുമാ. നിരഞ്ജൻ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോ എന്താ വേണ്ടത്? കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കാം. അതിനും തയ്യാറായിട്ടാ ഞാൻ